സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വചനം വായിക്കാം. മലാഖിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താഴ്ചയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു നിമിഷം കണ്ടുകൊണ്ടേക്കാം. മഹാപരിശുദ്ധനാദൈവമേ, സ്തോത്രം കർത്താവേ, ഇവരായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആകാശം, ഭൂമി, അനന്തകൂടി നക്ഷത്രങ്ങൾ, സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് മഹത്വം. കർത്താവ്, ഞങ്ങളുടെ കൃപ, ദയാ, സ്നേഹം, രക്തത്തിന് ശുദ്ധി, വചനത്തിന് ശക്തി ഈ ദേശത്ത് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിന്റെ പ്രതീകം യേശു വൻ കാര്യങ്ങൾ ചെയ്യും. മഹത്വം കർത്താവ് എടുക്കും. താഴ്ത്തുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഇക്കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നാം അനുഭവിക്കുന്ന ചൂട് ഭയാനകമാണ്. രാത്രികളിൽ എത്ര ഫാൻ കൂട്ടിയിട്ട് ഉറങ്ങാൻ ശ്രമിച്ചാലും പല സന്ദർഭങ്ങളിലും ചൂടിന്റെ ആധിക്യം കൊണ്ട് ഞെട്ടി എണീക്കുന്നൊരവസ്ഥ. പകൽ രാവിലെ 9 മണി മുതൽ തുടങ്ങുന്ന ചൂട് സായന്തനമായിരുന്നാലും അവസാനിക്കുന്നില്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ വൃക്ഷലതാദികളാൽ സമ്പന്നമായ കൊച്ചു കേരളത്തിൽ ഇത്രത്തോളം ചൂട് അനുഭവിക്കുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യവും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. ചൂടുകൊണ്ട് അപൂർവം മനുഷ്യർ മരണപ്പെടുന്ന അവസ്ഥകൾ വരികയാണ്. ലോകം ഒരു ഭയാനകമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഈയിടയ്ക്ക് സയൻസ് പറഞ്ഞത് ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഒരു അഗാധ ഗർത്തമാണ് സൂര്യനിൽ രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും ഈ പ്രപഞ്ചം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ബൈബിൾ പറയുന്നു, സൂര്യൻ ഇരുളുകൊണ്ട് നിറയും. സ്തോത്രം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. എന്തുകൊണ്ടാണ് അത്തരമൊരു വാക്യം മലാഖി പ്രവചനം അവസാന അധ്യായത്തിൽ പറയുന്നത്? ഈ ഭൂമി, ഈ ലോകം ഒരു നാൾ നശിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടത്തെ ജനങ്ങളെല്ലാം, പക്ഷിമൃഗാദികളെല്ലാം നാശത്തിന്റെ വക്കീലാണെന്നുള്ള സൂചനയാണ് അത് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. മനുഷ്യൻ പണത്തിനു വേണ്ടിയും പ്രതാപത്തിനു വേണ്ടി ചെയ്തു കൂട്ടുന്ന ഒത്തിരി കാര്യങ്ങൾ ഭാവിയെ നശിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന തലമുറക്കാരെ പോലും ഓർക്കാതെ ചെയ്യുന്ന അപകടകരമായ സംഗതികൾ, വികസനം എന്ന പേരിൽ കാടുകളും മേടുകളും വെട്ടിത്തെളിച്ച് ഈ ഭൂമിയെ കീറിമുറിക്കുന്ന അവസ്ഥകൾ, ഇതിന്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ലോകത്തിന്റെ നാശമാണ്.